ഹലോ ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഹാങ്ങിങ് ചെടി കേട്ടോ. ഹാങ്ങിങ് ചെടി കണ്ടില്ലേ നമ്മളത്, അതൊക്കെ ഇവിടെ നീളം അങ്ങോട്ട് വെച്ച് അതൊക്കെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മളെ ഹാങ്ങിങ് ചെടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഉഷാറാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ പരിചരണ രീതി എങ്ങനെയാണെന്നുള്ളത് അതുകൂടി ഞാൻ കൂടെ പറഞ്ഞു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ് കേട്ടോ ഈ ഹാങ്ങിങ് ചെടി എന്ന് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഈ ചെടി വേഗം പിടിക്കുകയും ചെയ്യും. ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ മുൻഭാഗത്തൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നല്ലൊരു ചെടിയാണ് കേട്ടോ ഈ ഹാങ്ങിങ് ചെടി. പിന്നെ ആരൊക്കെ വീട്ടിലാണോ ഈ ചെടികളുള്ളത് ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. പിന്നെ നല്ല ശ്രദ്ധയും കൊടുക്കണം കേട്ടോ. പിന്നെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടി ആയതുകൊണ്ട് വേഗം ഉഷാറായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മൾ ഈ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് എങ്ങനെയാണ് ഇത് നടുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ചെടികളും ഇതുപോലെ ഒന്നിങ്ങനെ നീളം വെച്ച ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. എല്ലാം ഒരുപോലെ ഒരേ സൈസിലാക്കി എടുക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടി. എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടി കേട്ടോ. നമുക്ക് ഈ ചെടി നമ്മളെ കയ്യിലേക്ക് ഞാനിപ്പോൾ ഫസ്റ്റിലൊരു കട്ട് ചെയ്തില്ലേ, അത്ര എനിക്ക് കിട്ടിയില്ലുണ്ട്, ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ അതിമെന്നാണ് ഞാൻ ഇത്രത്തോളം തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു ഹാങ്ങിങ് ചെടി ഉണ്ട് കേട്ടോ. അത് വേറെ നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ്. അതും അതുപോലെ കിട്ടിയപ്പോൾ എനിക്കിത് ഒരുപാട് നടാൻ കഴിഞ്ഞിട്ടില്ല ആ ഹാങ്ങിങ് ചെടി. അതും ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് വേറെ ചട്ടിയിലേക്ക് ആക്കിയിട്ട് നട്ട് പിടിപ്പിക്കണം കേട്ടോ. പിന്നെ ഈ ചെടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്, ഇത് നടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നല്ല മണ്ണും പിന്നെ അതുപോലെ എന്തൊക്കെ നമ്മൾ നട്ടെടുക്കണ്ടേ, മണലിലൊക്കെ നട്ടാലും നല്ലതാട്ടോ. മണലും മണ്ണൂടെയും കൂട്ടിയിട്ട് കലർത്തി നടുകയാണെങ്കിൽ ഒന്നുകൂടിയും ബെറ്റർ ആട്ടോ, ഉഷാറായിട്ട്. അതുപോലെ കരിയില അതൊക്കെ പറ്റും. അധികം മണ്ണ് വേണമെന്നില്ല. അതുപോലെ വെള്ളത്തിൻ്റെ ഈർപ്പം ഇങ്ങനെ നിൽക്കും വേണം കേട്ടോ. പിന്നെ വെള്ളം കെട്ടി നിന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെടികൾ വേഗം നശിച്ചു പോകും. വെള്ളം കെട്ടി നിൽക്കാൻ നമ്മൾ സമ്മതിക്കുകയും ചെയ്യരുത്. പിന്നെ അത്യാവശ്യം നമ്മൾ എന്നും ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അധികം വെയിലും കൊള്ളാൻ പറ്റൂല കേട്ടോ ഈ ചെടിക്ക്. ഇപ്പോൾ ദാ ഇവിടെ ചില മുൻഭാഗത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലേ, ഒരു കരിഞ്ഞ മാതിരി നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. കരിഞ്ഞ മാതിരി ഇല്ലേ, ഇതിൻ്റെ പിറകുവശം നല്ല പച്ചപ്പിലും ഉണ്ട്, മുൻഭാഗത്ത് ഇങ്ങോട്ട് കരിഞ്ഞത്. എന്താണ്, അത്യാവശ്യം നല്ല വെയിലിങ്ങനെ കൊണ്ടിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം നമ്മളെ ചെടികളൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ ചെടികളും എല്ലാ അതുമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടി ഇതൊന്ന് കട്ട് ചെയ്തിട്ടോ, അതിമെന്ന് നമുക്ക് ഇത്രത്തോളം കിട്ടീന്. അത് ഞാൻ വിചാരിച്ചത് നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊന്നുകൂടി തിങ്ങി നിറയെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനിയും കട്ട് ചെയ്തിട്ട് ഒരുപാട് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഞാനൊരു സ്റ്റൂളുമേൽ ഇങ്ങോട്ട് കയറിയിട്ട് ഇതുപോലെ ഈ ചെടി അതിലേക്ക് തന്നെ ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചിങ്ങനെ മണ്ണ് ഇങ്ങോട്ട് വിതറി കൊടുത്താൽ മതി. പിന്നെ അധികം മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല, വേഗം ഉണ്ടാവും ചെയ്യും. അപ്പോൾ അത് കണ്ടില്ല നിങ്ങൾ എങ്ങനെയുണ്ട്, കട്ട് ചെയ്തിട്ട് ഭംഗിയുണ്ടോ ഇല്ലേന്ന്. ഇനി നന്നായിട്ട് ഉണ്ടായി വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഒരുപാട് ഞാൻ നട്ട് പിടിപ്പിച്ച് ഇങ്ങനത്തെ ഒക്കെ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ പിറകുവശം നല്ല പച്ചപ്പുണ്ട്, മുൻവശത്താണിത് ഇങ്ങോട്ട് കരിഞ്ഞിപ്പോയത്. നമുക്കിനി അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് തിരിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഭാഗം നല്ലോണം തെഴുപ്പ് ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ, പച്ചപ്പിലായിട്ട് ഇങ്ങോട്ട് വന്നോളും. പിന്നെ നല്ല ഭംഗി, നമ്മളിതിന് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണോ ഇതാക്കുന്നത് അതേ രീതിയിലുണ്ടാവട്ടെ ഇതിൻ്റെ ഭംഗിയൊക്കെ കാണാൻ. പിന്നെ ഞാൻ ചെറിയൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായതിട്ടേക്ക് വെള്ളം നനച്ച് കൊടുത്തിട്ട് കേട്ടോ. മഴ ആണെങ്കിലും ഇവിടേക്ക് വല്ലാതെ നനവ് കിട്ടൂല കേട്ടോ. അപ്പം ഞാൻ ഇതിന് 1.5 ഒക്കെയാണ് ഞാൻ വെള്ളം ഒഴിക്കൽ. അപ്പോൾ ഇത് ഒരു 4-5 ദിവസം ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാണ് അതിനത്ര ഒരു ഉഷാറില്ലാത്തത്. മുൻഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞു പോയത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കപ്പ് എടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കരുത് കേട്ടോ, വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകണം. വെള്ളം കെട്ടി നിന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ചെടീൻ്റെ അതിൻ്റെ വേര് വേഗം ചീഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ, ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് വല്ലാതെ ചെടിമൊക്കെ ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ല, മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം ഞാൻ കട്ട് ചെയ്ത ഭാഗങ്ങൾ വേറെ ഇനി നമ്മൾ മതിൽമേലൊക്കെ അവിടെയൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ മതിലിനൊക്കെ നല്ലതുമാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഓരോ ചെടികളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ച് കൊടുക്കും. അപ്പോൾ കണ്ടില്ലേ, ഞാൻ അതാ കട്ട് ചെയ്ത് നല്ല ഉഷാറിൽ തന്നെ വെക്കുന്നത് കണ്ടില്ലേ. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കാം കേട്ടോ.
കമൻ്റ് അറിയിക്കുമ്പോഴാണ് നമുക്ക് എന്താ ചെയ്യുക കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുക. ആരും കമൻ്റ് അറിയിക്കാതെ നിന്നാൽ തന്നെയാണ് വീഡിയോസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും ചെയ്യുക, കമൻ്റ് അറിയിക്കും ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളുള്ളത് വേറൊരു തരം ഹാങ്ങിങ് ചെടിയാണ്. ഇത് നല്ല തിക്കിലായിട്ട് തന്നെ ഉഷാറായിട്ട് ഉണ്ടായിട്ട് വന്നതാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇനി നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ നമ്മളെ ചെടികളെല്ലാം. പിന്നെ അതാ നമ്മൾ കട്ട് ചെയ്താണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ഇനി ഇതൊക്കെ നമ്മളെ ഇവിടെ ഞാൻ എന്ത് കട്ട് ചെയ്താലും ഒഴിവാക്കൂല കേട്ടോ. ഇതുപോലെ ഞാനിതാ ഇവിടെ ഇങ്ങോട്ട് ചെറിയൊരു മതിലാണ്, ആ മതിലിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് കൊടുത്തു. ഇനി അവിടെ അതിന് നല്ല ഉഷാറായിട്ട് അവിടെ ഇങ്ങോട്ട് ഉണ്ടാവും കേട്ടോ. ഈ ചെടിയൊക്കെ ഞാൻ അതുപോലെ ഇവിടെ ഓരോ തണ്ട് നമ്മൾ വെട്ടി ഒഴിവാക്കുന്ന തണ്ടുകളൊക്കെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണതാണ് കേട്ടോ. ഇനി കുറച്ചുകൂടി ഇതാ ഞാൻ ഇവിടെ ഇങ്ങനെ വളർത്തി നട്ട് പിടിപ്പിച്ച് വെച്ചിന്. ഇതൊക്കെ ഇനി അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഓക്കേ.